നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെയുള്ളത് ഒരു തകർപ്പൻ വാഹനമാണ്. 6 സെക്കൻഡ് കൊണ്ട് 100 കിലോമീറ്റർ വേഗത എടുക്കുന്ന ലെക്സസിൻ്റെ RX 500H F Sport. RXൻ്റെ 5th ജനറേഷനിൽപ്പെട്ട ഈ വാഹനത്തിൻ്റെ ടെസ്റ്റ് ഡ്രൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലെക്സസിൻ്റെ വാഹനങ്ങളെപ്പറ്റി പൊതുവെ നമ്മൾ പറയുമ്പോൾ ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ വാചകം ഉപയോഗിക്കാറില്ല. അതായത് 6 സെക്കൻഡ് കൊണ്ട് 100 കിലോമീറ്റർ വേഗത എടുക്കുക തുടങ്ങിയ കാര്യങ്ങളൊന്നുമല്ല ലെക്സസിനെ സംബന്ധിച്ച് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത്. അത് കംഫർട്ട്, അതുപോലെ തന്നെ മൈലേജ്, കൂടാതെ ലക്ഷറി, പിന്നെ കാണാനുള്ളൊരു വ്യത്യസ്തത, അത്തരം കാര്യങ്ങളൊക്കെയാണ്. അല്ലാതെ ഇങ്ങനെ സ്പീഡ് എടുക്കുക അല്ലെങ്കിൽ പെർഫോമൻസ് ഒന്നും പറയുന്നത് സാധാരണഗതിയിൽ ലെക്സസ് അങ്ങനെ മൈൻഡ് ചെയ്യാറില്ല. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും മികച്ചൊരു ഹൈബ്രിഡ് സെറ്റപ്പുള്ള 500H എന്ന് പറയുന്ന ഈ ഒരു വാഹനമാണ്. ഇതിൻ്റെ കാര്യത്തിൽ 371 BSP ആണ് കമ്പൈൻഡ് പവർ. അതായത് ഇലക്ട്രിക് മോട്ടറിൻ്റെയും അതുപോലെ പെട്രോൾ മോട്ടറിൻ്റെയും കൂടിയുള്ള പവർ എന്ന് പറയുന്നത് 371 BSP ആണ്. അതുകൊണ്ടാണ് 6 സെക്കൻഡ് കൊണ്ട് ഇദ്ദേഹം 100 കിലോമീറ്റർ വേഗത എടുക്കുന്നത്. നമ്മൾ ഇത്രയും കാലം കണ്ടുവന്നിരുന്നത് 350H ആയിരുന്നെങ്കിൽ 500H എന്ന് പറയുന്നത് 2023 മാത്രം വിപണിയിലെത്തിയ മോഡലാണ്. അമേരിക്കയിലൊക്കെ വമ്പൻ ഹിറ്റായ ഒരു മോഡലാണിത്. ഇപ്പോൾ ഏറ്റവും പുതിയ 5th ജനറേഷൻ വാഹനം വന്നപ്പോൾ പഴയ ജനറേഷൻ വാഹനത്തെക്കാളും 60 മില്ലിമീറ്ററോളം ഗ്രൗണ്ട് ക്ലിയറൻസ് വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ 10 മില്ലിമീറ്റർ ഹൈറ്റ് കുറയുകയാണ് ഉണ്ടായത്. അതുപോലെ 15 മില്ലിമീറ്ററോളം സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും ലോവേർഡ് ആയിട്ടുണ്ടെന്നാണ് കമ്പനി പറയുന്നത്. എന്തായാലും കൂടുതൽ റോഡ് ഗ്രിപ്പുള്ള ഒരു ഓൾ വീൽ ഡ്രൈവ് വാഹനമാണിത്. ഗംഭീരമായ ഡ്രൈവബിലിറ്റി നൽകുന്ന വാഹനം. എന്തായാലും ഇതിപ്പോൾ കേരളത്തിൽ 4 വാഹനങ്ങൾ മാത്രമേ വിറ്റ് കഴിഞ്ഞിട്ടുള്ളൂ. കാരണം ഇത് കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. CBU ആയിട്ടാണ് വരുന്നത്. CBU ആയിട്ട് ലോകം മുഴുവൻ വിറ്റുകൊണ്ടിരിക്കുന്ന വാഹനത്തിൽ ഇന്ത്യക്ക് കിട്ടുന്നൊരു ചെറിയ ശതമാനമാണെന്ന് അറിയാമല്ലോ. ലെക്സസിനെ സംബന്ധിച്ച് ഇന്ത്യ അങ്ങനെ ഒരു വലിയ മാർക്കറ്റൊന്നുമല്ല. മറ്റൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, അടുത്ത കാലത്തായിട്ടാണ് ലെക്സസിനോടുള്ള സ്നേഹം നമുക്ക് കൂടി വന്നത്. കാരണം ലെക്സസിനെ പറ്റി കാര്യമായ രീതിയിൽ ഇന്ത്യക്കാർ പഠിച്ചു വരുന്നതേ ഉള്ളൂ. വിദേശത്തൊക്കെ ജോലി ചെയ്തവർക്ക് അറിയാം ടൊയോട്ടയും ലെക്സസും എത്രത്തോളം ഗംഭീരമായ വാഹനങ്ങളാണ് നിർമ്മിക്കുന്നതെന്ന്. ടൊയോട്ടയുടെ കാര്യത്തിൽ നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു. പക്ഷേ ലെക്സസിൻ്റെ കാര്യത്തിൽ അടുത്ത കാലത്താണ് കുറേയെങ്കിലുമൊക്കെ നമ്മൾ അത്തരം കാര്യങ്ങളിൽ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നത്. എപ്പോഴും നമ്മൾ പ്രീമിയം വാഹനങ്ങൾ വാങ്ങിക്കാൻ ആലോചിക്കുമ്പോൾ BMW, ബെൻസ് എന്നൊക്കെ അല്ലാതെ ലെക്സസിലേക്ക് എത്തുന്നവർ കുറവാണ്. പക്ഷേ എത്തിയവർ അതിൽ നിന്ന് വിട്ടുപോയിട്ടുമില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ പ്രേമത്തിൻ്റെയും അതുപോലെ ഭീഷ്മപുറത്തിൻ്റെയൊക്കെ ക്യാമറമാനായ ആനന്ദ് ശ്രീചന്ദ്രനെ കണ്ടപ്പോൾ ആനന്ദ് ഓടിക്കുന്ന ഒരു ലെക്സസാണ്. അദ്ദേഹം പറഞ്ഞത് ഇത് തന്നെയാണ്, എന്തൊരു ഗംഭീരമായ വാഹനമാണ്, ഇത് ഞാൻ വിൽക്കുന്നതേ ഇല്ല, എത്ര കാലം കഴിഞ്ഞാലും കയ്യിൽ ഉണ്ടാകും എന്നാണ് പറഞ്ഞത്. അത്രയധികം ഇത് ഓടിക്കുന്നവർ ഇഷ്ടപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ 2023 ഏറ്റവും പുതിയ 5th ജനറേഷൻ വന്നു കഴിഞ്ഞപ്പോൾ അഗ്രസീവായിട്ടുള്ള ബോഡി ലൈനുകളും കട്ടുകളും ക്രീസുകളൊക്കെ വന്നു കഴിഞ്ഞു. ഈ ബ്ലാക്ക് എഡിഷൻ അതിമനോഹരമായിട്ടുണ്ട്, അതിഗംഭീരമായിട്ടുണ്ട്. എങ്കിൽ പോലും മുൻഭാഗം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് ലെക്സസിൻ്റെ ഒരു മോഡലാണെന്ന്. കാരണം ഇത്രയും വലിയ സ്പിൻഡിൽ ഗ്രില്ല് എന്ന് പറയുന്നത് ടൊയോട്ടയിൽ നിന്നും ലെക്സസിനെ വ്യത്യസ്തമാക്കുന്ന ഇതാണ്. പക്ഷേ ഇപ്പോൾ ഇത് ടൊയോട്ടയുടെ വാഹനങ്ങളിലേക്ക് കടന്ന് കയറി തുടങ്ങിയിട്ടുണ്ട്. ഈ സ്പിൻഡിൽ ഗ്രില്ലെന്ന് പറയുന്നത് അതിന് ഫുൾ ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. അത് അതിഗംഭീരമായിട്ടുണ്ട്. അതിൽ കൊടുത്തിരിക്കുന്ന എലമെൻറ്റ്സ് ഒക്കെ നല്ല രസകരമായിട്ടുണ്ട്. അതുപോലെ താഴെയായിട്ട് ചെറിയൊരു എയർ ഡാമും അതിൻ്റെ താഴെ ഒരു ഫിനിഷുള്ള ഭാഗവുമാണ് കൊടുത്തിരിക്കുന്നത്. ലെക്സസിൻ്റെ ലോഗോ വലിയ തോതിൽ തന്നെ ഇവിടെ ഗംഭീരമായിട്ട് കൊടുത്തിട്ടുണ്ട്. സൈഡിലേക്ക് വരുമ്പോൾ ഹെഡ്ലാമ്പിൻ്റെ കാര്യത്തിൽ ഈ ഒരു 500H F Sport എന്ന് പറയുന്ന ഈ മോഡലിനൊരു പ്രത്യേകതയുണ്ട്. ഹെഡ്ലൈറ്റിൻ്റെ ടെക്നോളജിയെ കമ്പനി വിളിക്കുന്ന ബ്ലേഡ് സ്കാൻ അഡാപ്റ്റീവ് ഹെഡ്ലൈറ്റ് ഹൈ ബീം ടെക്നോളജി എന്നാണ്. അത് രാത്രിയിലെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത്രയും ഗംഭീരമായ ഒരു ഷാർപ്പായിട്ടുള്ള പ്രകാശം പൊഴിക്കുന്ന ഹെഡ്ലൈറ്റ് ആയിരിക്കാം. ഇതിനകത്ത് ഏതായാലും 3 എലമെൻറ്റ്സാണ് നമുക്ക് ഹെഡ്ലൈറ്റിനുള്ളിൽ കാണാനാകുന്നത്. നല്ല രസകരമായിട്ട് സ്ലീക്കായിട്ട് അതങ്ങനെ ഈ ഒരു സ്പിൻഡിൽ ഗ്രില്ലിനോട് ചേർന്ന് നിൽക്കുന്ന നല്ല രസകരമായൊരു ഡിസൈൻ തീമാണെന്ന് പറയാം. ഈ ഭാഗത്താണ് ഏറ്റവും മനോഹരമായ കട്ടുകളും മറ്റും തട്ടായിട്ട് നമുക്ക് തോന്നുന്ന രീതിയിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു എയർ ഇൻടേക്ക് കൊടുത്തിട്ടുണ്ട്, എയർ കർട്ടൻ എന്ന് വിളിക്കാം. അത് ഉള്ളിലൂടെ എയർ ഫ്ലോ സാധ്യമാക്കുന്നുണ്ട്. എന്നാലും സൈഡ് പ്രൊഫൈലൊക്കെ നോക്കുമ്പോൾ അങ്ങനെ തള്ളി നിൽക്കുന്ന മുൻഭാഗം എന്നാണ് പറയേണ്ടത്. എനിക്ക് തോന്നുന്നത് കൈസ്ലറിൻ്റെയൊക്കെ ചില മോഡലുകളുണ്ട്. അങ്ങനെ ഇവിടെ മാത്രം നോക്കുകയാണെങ്കിൽ കൈസ്ലറിൻ്റെയൊക്കെ ചില മോഡലുകളെ ഓർമ്മിക്കുന്നുണ്ടെന്നുള്ള സംശയമില്ല. എന്തായാലും കനത്ത ഈ ഒരു ബോണറ്റ് ലൈനൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ മുൻഭാഗത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്ന ഒരു നോസ് ഭാഗവും കൊടുത്തിട്ടുണ്ട്. വളരെ ചെരിഞ്ഞിറങ്ങുന്ന ഗ്ലാസ് ഏരിയയൊക്കെ നമുക്ക് ഇവിടെ നിന്നാൽ വ്യക്തമാണ്. എന്തായാലും ഒരു തരി പോലും ക്രോമില്ല എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. ഇതിൻ്റെ മറ്റൊരു എഡിഷൻ US ഉള്ളത്, അതിൽ കൊടുത്തിരിക്കുന്ന കോപ്പർ ഫിനിഷാണ്. അതായത് ബ്ലാക്ക് ഫിനിഷിന് പകരം ഈ ഒരു ക്രോം ഫിനിഷുള്ള ഭാഗത്തല്ല കോപ്പർ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. അത് പക്ഷേ ഇന്ത്യയിലേക്ക് വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് US ഞാൻ കണ്ടിട്ടുണ്ട്. എന്തായാലും ഈ ഭാഗത്ത് കാണുന്ന ഈ ഒരു കട്ടുകളും ക്രീസുകളും കൂടെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും അതിഗംഭീരമായ മാറ്റ് ഫിനിഷുള്ള ബ്ലാക്ക് മാറ്റ് ഫിനിഷുള്ള ഈ ഒരു അലോയ് വീലാണ് കാണുന്നത്. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം സാധാരണ രീതിയിൽ അതിൽ കുറച്ച് ക്രോം എലമെൻറ്റോ സ്റ്റീൽ എലമെൻറ്റോ കൊടുക്കും. ഇതിൽ അങ്ങനെയൊന്നും കൊടുത്തിട്ടില്ല. അതിഗംഭീരമായിട്ട് ഈ ഒരു എന്താണ് ബ്ലാക്ക് ഫിനിഷ് തന്നെ കൊടുത്തിരിക്കുന്നു. 21 ഇഞ്ചിൻ്റെ വീലാണ് കൊടുത്തിരിക്കുന്നത്. വീൽ ട്രാവലൊക്കെ കുറവാണ്. കാരണം ഇത് ഓഫ് റോഡ് വാഹനമായിട്ട് കരുതാൻ പറ്റില്ല, ഓൾ വീൽ ഡ്രൈവ് വാഹനമാണെങ്കിൽ പോലും. അതുപോലെ ഇത് നമ്മൾ RX പൊതുവേ കാണാത്ത ആ ഒരു ലോഗോ, F Sport എന്ന് പറയുന്ന ലോഗോ ഇവിടെ കൊടുത്തിരിക്കുന്നു.
സൈഡിലേക്ക് നോക്കുമ്പോഴും ഫുൾ ബ്ലാക്ക് ഫിനിഷാണ്. ഇത് ഈ ഭാഗത്തൊക്കെ വളരെ ലൈറ്റായിട്ട് ആ ഒരു ക്രോമിൻ്റെ ഫിനിഷിനെ അങ്ങനെ ഡീക്രോം ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഫുൾ ബ്ലാക്കായിട്ട് തന്നെ തോന്നുന്ന രീതിയിൽ. അതുപോലെ വിശാലമായ ഗ്ലാസ് ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു കോർണർ ഗ്ലാസ് ഇവിടെയും കാണാം. 153 മില്ലിമീറ്ററാണ് ഗ്രൗണ്ട് ക്ലിയറൻസ്. അത് ഇന്ത്യക്ക് ചേരുന്ന രീതിയിൽ കൊടുത്തിരിക്കുന്നു. മറ്റൊരു കാര്യമുള്ളത്, ഇപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ വാഹനങ്ങൾ തുറക്കുന്ന പോലെയല്ല ഇത് തുറക്കേണ്ടത്. അതായത് ഇവിടെ ഒരു ഡോർ ഹാൻഡിൽ ഉണ്ടെങ്കിൽ പോലും ഈ ലാച്ച് എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണിത്. ഇവിടെ ചെറിയൊരു ലോക്ക് പോലൊരു ഭാഗമുണ്ട്. നമ്മൾ തൊടുമ്പോൾ വ്യക്തമാകും. അതിലങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ സാധനം തുറന്നു വരുന്നു. അല്ലാതെ മൊത്തത്തിൽ ഈ ഒരു ഡോർ ഹാൻഡിൽ അങ്ങനെ വലിഞ്ഞു വരികയല്ല ചെയ്യുന്നത്. അകത്തെ ഒരു ചെറിയ ലോക്കിലൊന്ന് പ്രസ് ചെയ്യുമ്പോൾ അങ്ങ് തുറന്നു വരുന്നു. വളരെ എളുപ്പമാണ്. ഉൾഭാഗത്തുനിന്നും അങ്ങനെ തന്നെയാണ് തുറക്കേണ്ടത്. ഏറ്റവും താഴെയായിട്ട് ആ ബെൽറ്റ് ലൈൻ പോലൊരു ഭാഗമുണ്ട്. അത് കുറച്ച് കാര്യമായ രീതിയിൽ കട്ടും ഒക്കെ കൊടുത്ത് അങ്ങനെ ഭംഗിയാക്കിയിട്ടുണ്ട്. എന്നാലും സൈഡ് പ്രൊഫൈലൊക്കെ വളരെ ഭംഗിയുള്ളൊരു വാഹനമാണിത്. അപ്പോൾ ഇത് SUV ആണോ എന്ന് ചോദിച്ചാൽ SUV അല്ല, ക്രോസ് ഓവർ ആണെന്ന് ചോദിച്ചാൽ ക്രോസ് ഓവറുമല്ല. രണ്ടിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു സംഭവമായിട്ടാണ് കൊടുത്തിരിക്കുന്നതെന്ന് പറയാം. സൈഡ് വ്യൂ മിറേഴ്സിനൊക്കെ ബ്ലാക്ക് ഫിനിഷ്, ഫുൾ ബ്ലാക്ക്. അതിൽ ടേൺ ഇൻഡിക്കേറ്റർ കൊടുത്തിരിക്കുന്നു. മേൽഭാഗത്ത് ചെറിയൊരു റൂഫ് ലൈനുണ്ട്. അതിനും ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നത് വളരെ ഭംഗിയായിട്ടുണ്ട്. ഇവിടെ എത്തുമ്പോഴാണ് അങ്ങനെ ചെരിഞ്ഞിറങ്ങുന്ന ഒരു റൂഫ് ലൈൻ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് ഈ ഒരു കോർണർ ഗ്ലാസ് കൊടുത്ത് അത് ഭംഗിയാക്കി നിർത്തിയിരിക്കുന്നു. പിൻഭാഗത്തേക്ക് വരുമ്പോൾ പിൻഭാഗം എന്ന് പറയുന്നത് നമ്മൾ പഴയ RXൻ്റെ ഏതാണ്ട് അതേ ഷേപ്പ് തന്നെയാണെന്ന് പറയാം. പക്ഷേ അതീവ രസകരമാണ്. എനിക്ക് കുറച്ചെങ്കിലും ഒരു സാമ്യം തോന്നുന്നത് പോർഷയുടെ ചില മോഡലുകളുണ്ട്. ചെറിയ സാമ്യം തോന്നാവുന്നേ ഉള്ളൂ, എങ്കിലും വ്യത്യസ്തം തന്നെയാണെന്നാണ് പറയേണ്ടത്. ഇപ്പോഴത്തെ പുതിയ EVകളിൽ കാണുന്ന പോലെ നീണ്ട LED സ്ട്രിപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ അതിഗംഭീരമായ ടെയിൽ ലാമ്പാണ്. ഇതൊക്കെ ടെയിൽ ലാമ്പൊക്കെ പൊട്ടിയുള്ള പൈസ എന്തായിരിക്കും എന്നറിയില്ല. കാരണം ഇതിൻ്റെ ഫ്ലോർ മാറ്റിൻ്റെ വില 35,000 രൂപയാണ്. അപ്പം എന്തായിരിക്കും ടെയിൽ ലാമ്പൊക്കെ പൊട്ടിയാലുള്ളത്? ഇത് വാങ്ങിക്കുന്ന കാര്യത്തിൽ പ്രശ്നം അല്ലെങ്കിൽ പോലും ഞാൻ പറയുകയാണ്, പാവപ്പെട്ടവരുടെ ആംഗിളിൽ നിന്ന് ചിന്തിച്ചെന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ഇതിൻ്റെ അകത്ത് എലമെൻസ് ഒക്കെ രസകരമാണ്. അതങ്ങനെ ഇവിടെ നിന്ന് വന്ന് ഇങ്ങനെ ലിഡിലേക്ക് ഇങ്ങനെ കടന്നു നിൽക്കുന്നു. താഴെയായിട്ട് ഈ ടേൺ ഇൻഡിക്കേറ്റർ പോലുള്ള കാര്യങ്ങൾ, റിവേഴ്സ് ലൈറ്റൊക്കെ ആ ഭാഗത്ത് കാണാം. ലെക്സസ് എന്ന് പതിവില്ലാത്ത രീതിയിൽ നീട്ടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. RS 500H എന്നുള്ള ബാഡ്ജിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡയറക്റ്റ് 4 എന്നുള്ള ഇതിൻ്റെ എൻജിൻ സ്പെക്കിനെ സൂചിപ്പിക്കുന്ന കാര്യവും കൊടുത്തിരിക്കുന്നു. താഴെയായിട്ട് ഈ ബമ്പർ അടക്കമുള്ള കാര്യങ്ങളൊക്കെ ചെറിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഇവിടെയുമൊക്കെ മുൻഭാഗത്തെ ആ ഒരു എയർ സ്കൂപ്പിനെ ഓർപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അതുപോലെ വളരെ ചെരിഞ്ഞിറങ്ങുന്ന ഒരു ഗ്ലാസ് ഏരിയയാണ് ഇവിടെയും കാണുന്നത്. ഇൻ്റഗ്രേറ്റഡ് സ്പോയിലർ, സ്റ്റോപ്പ് ലാമ്പ്, ഷാർഫിൻ ആൻറ്റിന തുടങ്ങിയ കാര്യങ്ങളൊക്കെ മുറ തെറ്റാതെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബൂട്ട് സ്പേസിലേക്ക് പോകാം. ബൂട്ട് സ്പേസിൽ 505 ലിറ്ററാണ് ബൂട്ട് സ്പേസ് കൊടുത്തിരിക്കുന്നത്. ഒട്ടും മോശമല്ല. സ്പെയർ വീലുണ്ട്, പക്ഷേ അത് സ്പേസ് സേവറാണ് കൊടുത്തിരിക്കുന്നത്. 80 കിലോമീറ്റർ സ്പീഡിൽ ഓടാൻ പറ്റുന്ന ടയറാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ വേണമെങ്കിൽ ഇങ്ങനെ ഒരു പാഴ്സൽ ട്രേ വേണമെങ്കിൽ നമുക്കത് തുറന്ന് വയ്ക്കാം. വേണ്ടെങ്കിൽ ഒന്ന് ഇട്ടാൽ അദ്ദേഹം അങ്ങ് പൊക്കോളും. അതുപോലെ സീറ്റുകൾ നിങ്ങൾ ഈ കാണുന്ന പോലെ 3 ആയിട്ട് സ്പ്ലിറ്റായിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. അങ്ങനെ കൂടുതൽ സ്പേസ് കണ്ടെത്താം. 21 സ്പീക്കറിൻ്റെ കിടിയിലെ മ്യൂസിക് സിസ്റ്റം ഉണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ സബ് വൂഫർ ആ ഭാഗത്ത് കൊടുത്തിരിക്കുന്നു. അതുപോലെ മുൻഭാഗത്തെ സീറ്റുകൾ മറിച്ച് കൂടുതൽ സ്പേസ് കണ്ടെത്താനായിട്ട് അദ്ദേഹം അങ്ങനെ മടങ്ങി പോയി കഴിഞ്ഞു. അടുത്തതും പോയി, എല്ലാവരും പോയി മറിഞ്ഞ് വീണു എല്ലാവരും. അതുപോലെ തന്നെ ഇവിടെ വളരെ ചെറിയൊരു ഹുക്കൊക്കെ കൊടുത്തിട്ടുണ്ട് സാധനങ്ങൾ തൂക്കിയിടണമെങ്കിൽ. അതുപോലെ തന്നെ വളരെ താഴ്ന്ന ഒരു ബൂട്ട് സ്പേസ് ആണ് എന്ന് പറയാം. അത് ലോ പ്രൊഫൈലാണ്. അതുകൊണ്ട് സാധനങ്ങൾ കയറ്റാനൊക്കെ വളരെ എളുപ്പമാണ്. അത്തരം കാര്യങ്ങളെല്ലാം പക്കയാണ്. എന്തായാലും ഇലക്ട്രിക്കലി നമുക്കിത് ഫോൾഡ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ കുറേ മാറ്റങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. അതായത് എസ്തെറ്റിക്കൽ ആയിട്ടുള്ള മാറ്റങ്ങൾ ധാരാളം കണ്ടു കഴിഞ്ഞു. കൂടാതെയാണ് സംഭവിച്ചിരിക്കുന്നത് 371 BSP കമ്പൈൻഡ് പവറുള്ള ഒരു എൻജിൻ മോട്ടോർ സെറ്റപ്പ് വന്നിരിക്കുന്നു. കൂടാതെ വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇത്രയും കാലം ഇതിൽ ഹൈബ്രിഡ് വാഹനത്തിലുണ്ടായിരുന്ന പോലെ ഈ CVT ആയിരുന്നെങ്കിൽ ഇപ്പോൾ അത് മാറിയിട്ട് ടോർക്ക് കൺവെർട്ടർ വന്നിട്ടുണ്ട്, ട്രാൻസ്മിഷൻ വന്നു എന്നുള്ളതാണ്. 6 സ്പീഡ് 80 ആണ് ഇപ്പോൾ ഇതിൽ വന്നിരിക്കുന്നത്. പക്ഷേ 350ൽ ഇപ്പോൾ 8 സ്പീഡ് 80 വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പവറുമായിട്ട് കമ്പൈൻ ചെയ്യുന്ന രീതിയിലുള്ള ട്രാൻസ്മിഷൻ കൊടുത്തപ്പോൾ അത് 6 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനായിട്ട് മാറിയിട്ടുമുണ്ട്. അത്തരത്തിലുള്ള വലിയ മാറ്റങ്ങൾ ഈ ഒരു ബോണറ്റിനുള്ളിൽ സംഭവിച്ചിട്ടുണ്ട്. ഇനി ഇൻറ്റീരിയറിലെ കാര്യങ്ങൾ എന്തൊക്കെയാണ് നോക്കാം.
പണ്ടൊക്കെ ലെക്സസിൻ്റെ വാഹനങ്ങളുടെ ഇൻറ്റീരിയർ എന്ന് പറയുന്നത് പാടെ വ്യത്യസ്തമായിരുന്നു. അതായത് എക്സ്റ്റീരിയർ വലിയ സംഭവമൊന്നും ആയിരുന്നില്ല ഒരു കാലത്തും ലെക്സസിൻ്റെ വാഹനങ്ങൾ. പക്ഷേ ഇൻറ്റീരിയർ നമ്മൾ വളരെ വ്യത്യസ്തമായ ഇൻറ്റീരിയർ തരുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഏകദേശമൊക്കെ സാധാരണ മറ്റ് വാഹനങ്ങളുടെ ഇൻറ്റീരിയറിലൊക്കെ മാറ്റിയിട്ടുണ്ട്. പക്ഷേ കുറേ കാര്യങ്ങൾ വ്യത്യസ്തമായി നിലനിർത്തിയിട്ടുമുണ്ട്. ഇപ്പോൾ ഈ വാഹനത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും രസകരമായ കാര്യം എന്ന് പറയുന്നതിൻ്റെ സീറ്റാണ്. സീറ്റെന്ന് പറയുന്നത് നമ്മളങ്ങനെ നന്നായിട്ട് ഹഗ് ചെയ്ത് കൊണ്ട് ഇത്രയും തിക്കായിട്ടുള്ള ബോൾസ്റ്റേഴ്സൊക്കെ കൊടുത്ത് തകർപ്പനാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ രസകരമായ നിറമാണ് കൊടുത്തിരിക്കുന്നത്. ടാൻ ബ്രൗണിൻ്റെ ഒരു ഡാർക്ക് എഡിഷൻ എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ഒരു റെഡിഷ് ഒരു രീതിയാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ പേരെനിക്ക് അറിഞ്ഞുകൊണ്ടിട്ട് എന്താണെന്ന്. ഈ സൈഡിലൊക്കെ കൊടുത്തിരിക്കുന്ന അൽക്കാൻഡ്ര ഫിനിഷാണ്. ഇവിടെ പക്ഷേ ലെതർ ഫിനിഷും അതുപോലെ തന്നെ ഇത് വെൻറ്റിലേറ്റഡ് ആണ്. അതിൻ്റെയാണ് കുത്ത് കാണുന്നത്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ എഫ് സ്പോർട്ട് എന്നുള്ള ബാഡ്ജിങ് നമുക്ക് ഇവിടെ കാണാവുന്നതാണ്. സീറ്റുകൾ പലതരത്തിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. സീറ്റിൻ്റെ പൊസിഷനും അതുപോലെ തന്നെ സ്ലാൻഡിങ് പൊസിഷനും എല്ലാം ചെയ്യാം. പിന്നെ ലംബ സപ്പോർട്ടുണ്ട്. അതും ഞാനിപ്പോൾ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ നടുവിൽ ഇങ്ങനെ വന്നിങ്ങനെ തള്ളി തരുന്നുണ്ട്. നല്ല സുഖമായിട്ടിരിക്കാൻ സാധിക്കും. ഡാഷ്ബോർഡൊക്കെ ആണെങ്കിലും വളരെ രസകരമായ രീതിയിൽ കൊടുത്തിരിക്കുന്നു. 2 ലെയറായിട്ടാണ് ഡാഷ്ബോർഡ് കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ വളരെ സോഫ്റ്റ് ലെതറാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. റെഡ് സ്റ്റിച്ച് കൊടുത്ത സ്പോട്ട് എന്നുള്ള പേരിനെ അന്വർത്ഥമാക്കിയിട്ടുണ്ടെന്ന് പറയാം. ഈ ഭാഗത്തുമൊക്കെ സോഫ്റ്റ് ലെതറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ വളരെ ചെറിയൊരു ബ്ലാക്ക് ഫിനിഷ് ഉണ്ട്. എന്ന് ഒഴിച്ച് നിർത്തി ഫുൾ ലെതർ തന്നെ. ഇവിടെ ഒരു ചെറിയ അലൂമിനിയം ഫിനിഷും കൊടുത്തിരിക്കുന്നു. ഗ്ലൗ ബോക്സിലേക്ക് വരുമ്പോൾ വിശാലമായ ഗ്ലൗ ബോക്സിൻ്റെ തുറക്കുമ്പോഴുള്ള ആ ഒരു നിലവാരം വാഹനത്തിൻ്റെ മൊത്തത്തിലുള്ള ഭാഗത്ത് നമുക്ക് കാണാവുന്നതാണ്. ഇനി ഈ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്കിപ്പോൾ ഇതാണല്ലോ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കാരണം വെച്ചാൽ കൊറിയൻ വാഹനങ്ങളും ജാപ്പനീസ് വാഹനങ്ങളും വന്ന് നമ്മളെ ഡാഷ്ബോർഡ് എന്നൊക്കെ പറയുന്നത് മൊത്തം സ്ക്രീനാക്കി മാറ്റി. ഇവനും ജാപ്പനീസ് ആണല്ലോ, അതുകൊണ്ട് മോശമാക്കിയിട്ടില്ല. 14 ഇഞ്ചിൻ്റെ വലിയൊരു സ്ക്രീനാണെന്ന് മാത്രവുമല്ല, ആ സ്ക്രീനിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഈ ഒരു 3 സോൺ ക്ലൈമറ്റ് കൺട്രോളുള്ള സ്വിച്ചുകളൊക്കെ കൊടുത്തിരിക്കുന്നത് രസകരമാണ്. അതിൻ്റെ കളേഴ്സും ഒക്കെ നല്ല മഴവിൽ മനോരമ കളറാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് അല്ലെങ്കിൽ പവർ സ്വിച്ച് ഈ ഭാഗത്താണ് കൊടുത്തിരിക്കുന്നത്. അതൊക്കെ വളരെ വ്യത്യസ്തമായ ഒരു പൊസിഷനാണ് എന്ന് പറയാം. 360 ഡിഗ്രി ക്യാമറ അതിൽ കൊടുത്തിരിക്കുന്നു. അതിൽ പലതരത്തിലുള്ള ഫ്രണ്ട് റിയർ സംഭവങ്ങളൊക്കെ കാണാം. എങ്കിൽ പോലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഇപ്പം വന്നിരിക്കുന്ന കിയ ഹ്യുണ്ടായി കക്ഷികളെല്ലാം കൂടി കൊറിയൻ വാഹനങ്ങളെല്ലാം കൂടി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്താ പറയുക നമ്മളെ ഞെട്ടിക്കുന്ന രീതിയിൽ കൊടുത്ത് ഇതൊന്നും കണ്ട് നമ്മൾ ഞെട്ടാതായിരിക്കുകയാണെന്നുള്ളത് മറ്റൊരു സത്യമായ കാര്യമാണ്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇതിൽ 10 കളേഴ്സിൻ്റെ ഒരു ആംബിയൻ ലൈറ്റ് ആണെങ്കിൽ 65 കളറിൻ്റെയൊക്കെയാണല്ലോ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ചെറിയ കിയയുടെ വാഹനങ്ങൾ. ഇപ്പോൾ അത്തരം കാര്യങ്ങൾ അവർ വളരെ മുന്നിലാണ്. അതുകൊണ്ട് ഇതൊന്നും നമ്മളിപ്പോൾ ഞെട്ടിക്കുന്നില്ല എന്നുള്ള സത്യമാണ്. ഈ താഴെയായിട്ടാണ് നമ്മൾ AC-യുടെ വെൻറ്റുകൾ കാണുന്നത്. അതൊക്കെ നല്ലൊരു പൊസിഷനാണെന്ന് പറയാം. ഇതിലാണ് ഇപ്പോൾ 360 ഡിഗ്രി ക്യാമറയുടെ ആ ഒരു സ്വിച്ച് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ 2 ചാർജിങ് പോയിൻറ്റുകൾ കൊടുത്തിരിക്കുന്നു. സി ടൈപ്പ് പോയിൻറ്റുകൾ കൊടുത്തിരിക്കുന്നു. അതുപോലെ ഇവിടെയാണ് വയർലെസ് ചാർജിങ് പാഡ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ വീണ്ടും കൊടുത്തിട്ടുണ്ട് 2 ചാർജിങ് പോയിൻറ്റുകൾ. ഇവിടെ 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. ഇതാണ് ഇതിൻ്റെ കീ. അതൊന്നും അങ്ങനെ പ്ലാസ്റ്റിക്കിൽ നിന്ന് ഇളക്കിയിട്ടില്ല കേട്ടോ. നായന്മാർ വീട്ടിലെ സോഫ വയ്ക്കുന്ന പോലെയാണ്, പ്ലാസ്റ്റിക് ഇളക്കാതെ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെയും നല്ല സ്റ്റോറേജ് ഏരിയ ഉണ്ട് എന്ന് തന്നെ പറയാം. ഇവിടെ ഈ ഒരു ഡ്രൈവ് സെലക്ടറാണ് കൊടുത്തിരിക്കുന്നത്. അത് വളരെ ചെറുതാണ് കേട്ടോ. വാഹനത്തിൻ്റെ വലിപ്പാട് നോക്കുമ്പോൾ വളരെ ചെറുതാണ്. അതുപോലെ ഇവിടെ പാർക്കിൻ്റെ മോഡാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇത് റിവേഴ്സ് ന്യൂട്രൽ മാനുവൽ അത്തരത്തിലുള്ള ഷിഫ്റ്റുകളുടെ മോഡിൽ കൊടുത്തിരിക്കുന്നു. ഇവിടെ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്കും അത്തരം കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത്. ഇവിടേക്ക് വരുമ്പോൾ എൻ്റെ അമ്മേ ഇതെങ്ങനെ പൊക്കുന്നത്? ഇവിടെയാണ് കേട്ടോ. ഇത് ദിവസം ഇങ്ങോട്ടാണ് വരുന്നത്, അല്ല മുകളിലേക്കല്ല. അതിൻ്റെ അത് വലിയൊരു ടിഷ്യൂ ബോക്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വയ്ക്കുന്ന അത്രയും വിശാലമായിട്ടുള്ള ഒരു ഡീപ്പായിട്ടുള്ള സ്റ്റോറേജ് സ്പേസാണ് കൊടുത്തിരിക്കുന്നത്. ലെഗ് സ്പേസ് എന്ന് പറയുന്നത് അമേസിംഗ് ആണ് കേട്ടോ. ഇഷ്ടം പോലെ, കാരണം 60 മില്ലിമീറ്റർ വീണ്ടും ഇതിൻ്റെ വീൽ ബേസ് കൂടിയതുകൊണ്ട് ഇഷ്ടം പോലെ ലെഗ് സ്പേസ് കൊടുത്തിരിക്കുന്നു. അതുപോലെ ഡോർ പാഡിലേക്ക് വരികയാണെങ്കിൽ 2-3 ബോട്ടിൽ ഇപ്പോൾ തന്നെ ഓൾറെഡി ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. അത്രയധികം സ്പേസ് ഉണ്ട്. കൂടാതെ 21 സ്പീക്കറിൻ്റെ മാർക്ക് ആൻഡ് ലെവിൻസിൻ്റെ മ്യൂസിക് സിസ്റ്റമാണ് ഇതിൽ. അത് ഇഷ്ടം പോലെ അവിടെയൊക്കെ ആയിട്ട് സ്പീക്കേഴ്സൊക്കെ നമുക്ക് കാണാവുന്നതാണ്. അതുപോലെ ഡോർപ്പാഡിൻ്റെ മുകളിലായിട്ടാണെങ്കിൽ ഒരു അൽക്കാൻഡ്ര ഫിനിഷുള്ള ഒരു ബ്ലാക്ക് ഫിനിഷുള്ള ഭാഗം അവിടെ കാണാം. കൂടാതെ സീറ്റിൻ്റെ അതേ നിറമുള്ള ഒരു ആം റെസ്റ്റും കൊടുത്തിട്ടുണ്ട്. അതിൽ കാണുന്ന ആ ഒരു സ്വിച്ച് കണ്ടല്ലോ, അതാണ് ഇതിൻ്റെ ഡോർ ഹാൻഡിൽ എന്ന് പറയുന്നത്. അതിൽ നമ്മളൊന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഡോറൊക്കെ തുറക്കും. അതാണ് ഈ ലാച്ച് എന്ന് പറയുന്ന സംവിധാനം. അതുകൊണ്ട് നമ്മൾ സാധാരണ തുറക്കുന്നതിനകത്ത് നിന്ന് വലിച്ച് പറിച്ച് തുറക്കുകയൊന്നും വേണ്ട. സംഭവം ഒന്ന് പ്രസ് ചെയ്താൽ ഡോറങ്ങ് ഓപ്പൺ ആയിക്കോളും. വളരെ സൗകര്യമുണ്ട്. പിന്നെ ഈ ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീനിലേക്ക് വരികയാണെങ്കിൽ സാധാരണ നമ്മൾ കണ്ടുവരുന്ന ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വാഹനങ്ങൾ കണ്ടുവരുന്ന മിക്കവാറും എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതിലെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഡ്രൈവ് മോഡുകൾ നോർമൽ, സ്പോർട്ട്, ഇക്കോ, അതുപോലെ സീറ്റ് കൺട്രോൾ, ഡ്രൈവ് അസിസ്റ്റ്, പിന്നെ ട്രിപ്പ് ഇൻഫർമേഷൻ, എനർജി ഫ്ലോ, ഓൾ വീൽ ഡ്രൈവ്, ടയർ പ്രഷർ, കസ്റ്റമൈസ്, അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട്. ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ, അത്തരം കാര്യങ്ങളുണ്ട്. കൂടാതെ അഡാസിൻ്റെ ലെവൽ 2 ഫീച്ചേഴ്സൊക്കെ ഉള്ള വാഹനമാണ്. അത്തരം പല കാര്യങ്ങളും നമുക്ക് ഇതിൻ്റെ അകത്ത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. എന്തായാലും വളരെ എക്സൈറ്റിംഗ് ആയുള്ള നിറങ്ങളൊന്നും അല്ല കൊടുത്തിരിക്കുന്ന. ഒരു ചത്ത നിറങ്ങളൊക്കെ കൊടുത്തതാണ് ഇങ്ങനെയൊക്കെയാണ് കാണുന്നത്. അതൊക്കെ നമ്മളിപ്പോൾ പുതിയ വാഹനങ്ങൾ കണ്ട് ഞെട്ടിയിരിക്കുമ്പോഴാണ് ഇത്തരം കാര്യങ്ങളൊക്കെ
കൊടുക്കുന്നത്. കുറച്ചുകൂടി ഒരു രസകരമായ രീതിയിലുള്ള ഒരു ഇൻ്റർഫേസ് കൊടുക്കാമായിരുന്നു എന്ന് തോന്നുന്നു. ഇവിടെ ഇവിടെ വരുമ്പോഴത്തേക്കും ലെയിൻ ഡിപ്പാച്ചർ അലേർട്ട് സിസ്റ്റം എച്ച് യു ഡി എന്ന് പറയുന്ന ഹെഡ് അപ്പ് ഡിസ്പ്ലേ ഉണ്ട്. വളരെ വലിയ ഒരു ഹെഡ് അപ്പ് ഡിസ്പ്ലേ ആണ് നമുക്ക് അവിടെ കാണാനാവുന്നത്. അതിങ്ങനെ വിർച്വലി നിൽക്കുകയുള്ളൂ, ആകാശം നിൽക്കുകയാണ്. പിന്നെ ഇക്കോ മോഡ്, മാക്സിമം കൂട്, അത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മളിൽ കാണുന്നത്. എന്തായാലും ഈ പറഞ്ഞ പോലെ പുകകൾ കുറവാണെന്നേ ഉള്ളൂ, കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പനോരമിക്കായിട്ടുള്ള സൺറൂഫാണ് കൊടുത്തിരിക്കുന്നത്, പിൻഭാഗം വരെ നീളുന്ന സൺറൂഫ്. അതുപോലെ തന്നെ അത് നമുക്ക് അതിൻ്റെ പാനൽ ക്ലോസ് ചെയ്യാൻ സാധിക്കും. എവിടെ ഇത് ഗ്ലാസ് ഏരിയ, മുൻഭാഗത്ത് ഗ്ലാസ് ഏരിയ ഓപ്പൺ ചെയ്യുകയും ചെയ്യാം. അതുപോലെ തന്നെ പാനൽ കൊണ്ട് നമുക്ക് ക്ലോസ് ചെയ്യുകയും ചെയ്യാം. ക്ലോസ് ചെയ്ത് വരുന്നു. മേൽഭാഗത്തൊക്കെ ഫുൾ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നത് രസകരമായിട്ടുണ്ട്. അതങ്ങനെ നിൽക്കട്ടെ, അവിടെ നിൽക്കുക. ഇനി സ്റ്റിയറിംഗ് വീലിലേക്ക് വരുമ്പോൾ സ്റ്റിയറിംഗ് വീല് രസകരമായ ഒരു രീതിയാണ് കൊടുത്തിരിക്കുന്നത്. അത് ടച്ച് സെൻസിറ്റീവും പ്രഷർ സെൻസിറ്റീവുമായിട്ടുള്ള സ്വിച്ചുകളുണ്ട്. താഴെയായിട്ട് എക്സ്പോർട്ട് എന്ന് പറയുന്ന ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു. അതുപോലെ ഇവിടെ പാഡ് ഷിഫ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. കാരണം വളരെ സ്പോർട്ടിയായ വാഹനമായതുകൊണ്ട് പാഡ് ഷിഫ്റ്റേഴ്സ് ആവശ്യമാണ്. ഈ ഭാഗത്തൊക്കെ കാണുന്ന സ്ക്രീനിൻ്റെ കൺട്രോളുകളാണ്. അതുപോലെ തന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ വോയിസ് കൺട്രോളിൻ്റെ സ്വിച്ചുകളും മറ്റും കൊടുത്തിരിക്കുന്നു. വോളിയം കൺട്രോൾ, അത്തരം കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ വളരെ വിശാലമായ ഒരു മീറ്റർ കൺസോളാണ്. അതിൽ ഡിജിറ്റലായിട്ട് കൊടുത്തിരിക്കുന്നു. ഡിജിറ്റൽ ആ കളേഴ്സും അതുപോലെ വളരെ ഷാർപ്പായിട്ടുള്ള ലെറ്റേഴ്സും ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. എനിക്കെൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു പ്രദേശമാണ്. ഇവിടുത്തെ ഡിസൈൻ വളരെ ഭംഗിയായിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മൾ കാണുന്നത് ലൈറ്റിൻ്റെ ഈ ബീമിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ, ഓഡോ ട്രിപ്പ് മീറ്ററിൻ്റെ സ്വിച്ച്, പിന്നെ ഇവിടെ സീറ്റിൻ്റെ മെമ്മറി അഡ്ജസ്റ്റ്മെൻറ്റുകൾ, പിന്നെ ഇവിടെ ഫ്യൂവൽ ലിഡിൻ്റെയും ബൂട്ട് ലിഡിൻ്റെയും ഒക്കെ സ്വിച്ച്, അത്തരം കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗം വളരെ രസകരമായിട്ടുണ്ട്. ഇവിടേക്ക് വരുമ്പോൾ സൈഡ് വ്യൂ മിറേഴ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതെല്ലാം വളരെ ഒതുക്കി ഭംഗിയായിട്ട് മുന്നിലേക്ക് നീക്കിയാണ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും വിസിബിലിറ്റി ഗംഭീരമാണ്. ഒത്തിരി ഉയർന്നൊന്നുമല്ല വിൻഡോ ലൈൻ നിൽക്കുന്നത്. അതുകൊണ്ട് ഇവിടെ വിസിബിലിറ്റി അതെല്ലാം ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഹെഡ് അപ്പ് ഡിസ്പ്ലേ കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് കരുതുന്നു. കണ്ടോ, വിശാലമായ ഹെഡ് അപ്പ് ഡിസ്പ്ലേ ആണ്. അതങ്ങനെ അന്തരീക്ഷത്തിൽ നിൽക്കുകയാണ് ചെയ്യുന്നത്. എന്തായാലും ടസൂന കോക്പിറ്റ് എന്നാണ് കമ്പനി ഇതിനെ വിളിക്കുന്നത്. ടസൂന എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് നിർമ്മിച്ചാണ്. ടസൂന എന്ന് പറഞ്ഞാൽ കുതിരയുടെ കടിഞ്ഞാണുണ്ടല്ലോ. കടിഞ്ഞാണെന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ കുതിരപ്പുറത്തിരിക്കുമ്പോഴത്തേക്കും കടിഞ്ഞാൻ നമ്മുടെ കയ്യിലാണെങ്കിൽ വളരെ മുന്നിലേക്കുള്ളൊരു വ്യൂ കൃത്യമായിരിക്കും. കുതിരയെ നമുക്ക് കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് NH സീരീസിലാണ് ആദ്യമായിട്ട് ടസൂന കോക്പിറ്റ് വരുന്നത്. അതിനുശേഷം ഇപ്പോൾ RX വന്നിരിക്കുകയാണ്. ഇതിലത് അതിന് സമാനമായിട്ട് പറയുന്നത് വെച്ചാൽ ഡ്രൈവർ സെൻറ്റേർഡാണ് ഇത്തരം കാര്യങ്ങളെന്നാണ്. കടിഞ്ഞാൻ പിടിക്കുന്ന പോലെ ചക്ക എന്ന് പറഞ്ഞിങ്ങനെ നമുക്ക് കടിഞ്ഞാൻ പിടിച്ച് ഓടിക്കുന്ന പോലെ സ്റ്റിയറിംഗ് പിടിച്ച് ഓടിച്ചു പോകാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാം ഇങ്ങോട്ടൊന്ന് അല്പം ചെരിഞ്ഞാണ് ഇരിക്കുന്നത്. അപ്പം ഹെഡ് റൂം, ലെഗ് റൂം എല്ലാം ഗംഭീരമാണ്. നമ്മൾ കണ്ടു കഴിഞ്ഞു. ഉഗ്രം സീറ്റാണ്. നിവർന്നങ്ങനെ ഇരുന്നാൽ സുഖമാണ്. നമ്മൾ ഹഗ് ചെയ്തിരിക്കുന്നു. ഇത്രയൊക്കെ തന്നെ ഗുണഗണങ്ങൾ പിൻഭാഗത്തുമുണ്ടോ എന്ന് നമുക്കിനി ഒന്ന് പിന്നിരുന്ന് നോക്കാം. പിൻഭാഗത്ത് അങ്ങനെ ചേർന്നിരിക്കുമ്പോൾ ഏറ്റവും വലിയ ഒരു സുഖമുള്ള കാര്യം എന്ന് പറയുന്നത് നല്ല തൈ സപ്പോർട്ട് ഉണ്ടെന്നുള്ള കാര്യമാണ്. സുഖമായിട്ട് കാല് നീട്ടി വെച്ച് ഇരിക്കാൻ സാധിക്കും. ഇവിടെയും സീറ്റ് വെൻറ്റിലേറ്ററാണ് പിൻഭാഗത്തും കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു സുഖമുണ്ടാവും. അതിൻ്റെ സ്വിച്ചാണ് ഇവിടെ കാണുന്നത്. ആ സ്വിച്ചും സി ടൈപ്പിൻ്റെ ചാർജറും എല്ലാം കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു ക്ലൈമറ്റ് കൺട്രോളിൻ്റെ സ്വിച്ചുകളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, പിന്നിലിരിക്കുന്നവർക്കും ഉപയോഗിക്കാൻ വേണ്ടി. വളരെ ഫ്ലാറ്റായിട്ടുള്ള ഫ്ലോറാണ് കൊടുത്തിരിക്കുന്നത്. നടുവിലും ഒരാൾക്ക് കാലൊക്കെ വെച്ച് സുഖമായിരിക്കാം. 3 പേർക്ക് പിൻഭാഗത്ത് സുഖമായിരിക്കാൻ സാധിക്കുമെന്നാണ് പറയേണ്ടത്. ഇവിടെ ഒരു ആംറസ്റ്റ് ഉണ്ട്. അതിൽ 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇവിടെ ഫോണൊക്കെ വയ്ക്കാവുന്ന ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ് ഇവിടെയും കൊടുത്തിരിക്കുന്നു. ഇപ്പോൾ ഏറ്റവും പിന്നിൽ വരെ ഇവിടം വരെയാണ് പനോറമിക് സൺറൂഫ് വരുന്നത്. അത് സുഖമായിട്ടുള്ളൊരു യാത്ര പ്രദാനം ചെയ്യുന്നുണ്ട്. അതുപോലെ മാനുവലി ഉയർത്താവുന്ന ഒരു സൺഷെയ്ഡാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇത് 1.5 കോടി രൂപ വിലയുള്ള വാഹനമായതുകൊണ്ട് ഇതൊക്കെ ഒന്ന് ഇലക്ട്രിക്കൽ ആക്കിയുള്ള കാര്യങ്ങൾ കൊടുക്കാമായിരുന്നു. അതെന്തുകൊണ്ട് കൊടുത്തിട്ടില്ല. പിന്നെ ഉള്ളത് സീറ്റിൻ്റെ കാര്യമാണ്. സീറ്റ് നമ്മൾ നേരത്തെ കണ്ടല്ലോ. പിൻഭാഗത്ത് നമ്മൾ ബൂട്ടിലൊരു സ്വിച്ച് അമർത്തിയപ്പോൾ അദ്ദേഹം മടങ്ങിയിരുന്നു. അതുപോലെ ഇവിടെയും നമുക്ക് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റാണ്. അതിൻ്റെ സ്വിച്ചാണ് അവിടെ കാണുന്നത്. അതിൽ ഇനിയിപ്പോൾ ഇങ്ങോട്ട് നോക്കിയോ. ഇങ്ങോട്ട് നോക്കുമ്പോൾ ഞാനിവിടെ പ്രസ് ചെയ്യുന്നു. അത് കണ്ടോ, സുഖമായിട്ട് നമുക്ക് ഒരു സ്ലാൻഡിങ് പൊസിഷൻ തരുന്നുണ്ട്. ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റ് അതിന് കൊടുത്തിരിക്കുന്നത് തീർച്ചയായിട്ടും ഗംഭീരമായ ഒരു കാര്യമാണ്. പിന്നെ ഈ സീറ്റിനെ ഒത്തിരി ബാക്കിലേക്കാണ് നീക്കിയിട്ടിരിക്കുന്നത്. എന്നിട്ടും ഇത്രയും അധികം ലെഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഒട്ടും മോശമല്ല. പിന്നെ ചെറിയ പേപ്പേഴ്സൊക്കെ വയ്ക്കാവുന്ന ഒരു ഭാഗം ഇവിടെ കൊടുത്തിരിക്കുന്നു. ഡോർ പാഡിലേക്ക് വരുമ്പോൾ 1-2 ചെറിയ ബോട്ടിലൊക്കെ വയ്ക്കാം. അതുപോലെ നല്ലൊരു ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്പീക്കേഴ്സ് അതേപോലെ 21 സ്പീക്കറാണല്ലോ, കൊള്ളിക്കണമല്ലോ. അത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. എന്തായാലും
പിന്നിലേക്ക് ചെരിഞ്ഞിറങ്ങുന്ന ഒരു റൂഫ് ലൈൻ ആണെങ്കിൽ പോലും എന്താ നിങ്ങൾ കാണുന്ന പോലെ ഒട്ടും തന്നെ ഹെഡ് സ്പേസിന് കുറവൊന്നുമില്ല, സുഖമായിട്ട് യാത്ര ചെയ്യാം. അപ്പോൾ എന്തായാലും ഒരു ഗംഭീര ഒരു ഫാമിലി വെഹിക്കിളായിട്ട് തന്നെയാണ് ഇതിനെ കാണേണ്ടത്. നല്ലൊരു SUV-ish ആയിട്ടുള്ള ഹൈറ്റൊക്കെ ഉള്ള സീറ്റിംഗ് പൊസിഷനും അതുപോലെ തന്നെ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ആഡംബരങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ടെന്ന് പറയാം. പക്ഷേ ഇതൊന്നുമല്ല ഇതിൻ്റെ പ്രധാനപ്പെട്ട USP എന്ന് പറയുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞ ബോണറ്റിനുള്ളിരിക്കുന്ന കക്ഷികളാണ്. അപ്പോൾ നമുക്കിനി ഒന്ന് പറപ്പിച്ച് ഓടിച്ച് നോക്കാം MVD പിടിക്കാത്ത വേഗതയിൽ. പലരും ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഈ ഇലക്ട്രിക് വാഹനങ്ങളാണ് ഭാവിയിൽ നമ്മളെ ഭരിക്കാൻ പോകുന്നതെന്നൊക്കെ പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഹൈബ്രിഡ് വാഹനങ്ങൾക്ക് ആ ഒരു സാധ്യത ഇല്ലാത്തതെന്ന് പലരും ചോദിക്കാറുണ്ട്. കാരണം ഇപ്പോഴത്തെ ഏറ്റവും പുതിയ ടൊയോട്ടയുടെയൊക്കെ ഹൈബ്രിഡ് വാഹനങ്ങൾക്ക് സാമാന്യം നല്ല മൈലേജ് ഉണ്ട്, നല്ല സ്മൂത്താണ്, നല്ല ഇൻറ്റീരിയറൊക്കെ ഉള്ള വാഹനങ്ങളാണ്. അപ്പോൾ പിന്നെ അവയ്ക്കല്ലേ ഭാവി, എന്തുകൊണ്ട് ഇലക്ട്രിക്കിന് ഭാവി എന്ന് പറയുന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇലക്ട്രിക് കുറച്ചുകൂടി ലാഭകരമാണെന്നുള്ളൊരു സത്യമാണ്. എങ്കിൽ പോലും ഈ ഹൈബ്രിഡ് ടെക്നോളജി എന്ന് പറയുന്നത് കുറച്ച് കോസ്റ്റ്ലി ആണെന്നാണ് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ടാണ് ഒരു മിനിമം 20 ലക്ഷം രൂപയ്ക്ക് മുകളിലേക്കുള്ള വാഹനങ്ങളിൽ മാത്രമാണ് ഈ ഹൈബ്രിഡ് ടെക്നോളജി കാണുന്നത്. ബാക്കി അതിന് താഴേക്കുള്ളതിലൊക്കെ വളരെ മൈൽഡ് ഹൈബ്രിഡ് ടെക്നോളജിയാണ്. അത്ര ലാഭകരമെന്നൊന്നും പറയാനില്ല. എന്തായാലും ലോകത്തിൽ ഈ ഒരു ഹൈബ്രിഡ് ടെക്നോളജി എന്ന് പറയുന്ന സംഭവം ഇത്രയും ഗംഭീരമായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു കമ്പനി ടൊയോട്ടയും ലെക്സസും അല്ലാതെ വേറെ ഇല്ല. ഒരു കമ്പനിയാണല്ലോ ടൊയോട്ട എന്ന് പറയുന്നത്. നിസാനൊക്കെ ഒരു പരിധി വരെയുണ്ട്. നിസാൻ്റെ ഏറ്റവും പുതിയ എക്സ്ട്രയിലൊക്കെ ഇന്ത്യയിൽ വന്നിരിക്കുന്നതല്ല, വെളിയിലുള്ള എക്സ്ട്രയിലൊക്കെ കിഡിലൻ ഹൈബ്രിഡ് ടെക്നോളജി ഉണ്ട്. പക്ഷേ ഇതിനപ്പുറത്തേക്ക് മറ്റ് കമ്പനികളൊന്നും കാര്യമായ രീതിയിൽ ഹൈബ്രിഡ് ടെക്നോളജിയിൽ R&D നടത്തുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. എന്തായാലും ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഹൈബ്രിഡ് ടെക്നോളജിയുടെ ഒരു ഗുണം എന്ന് പറയുന്ന സാധനം കണ്ടത് ഈ ലെക്സസിൻ്റെ പഴയ മോഡലുകളിൽ തന്നെയാണ്. എന്തൊരു സ്മൂത്താണ്, ഒരു ശബ്ദവും ഇല്ല. അതുപോലെ തന്നെ ടൊയോട്ട പ്രൈസ് പോലുള്ള വാഹനങ്ങൾ, ഇതിലൊക്കെ നമ്മൾ ഞെട്ടിപ്പോയി. ഇത് ഇലക്ട്രിക് ആണോ അതോ ഹൈബ്രിഡ് ആണോ എന്ന് സന്ദേഹം തോന്നുന്ന രീതിയിലുള്ള അത്രയും സ്മൂത്തായിട്ടുള്ള വാഹനങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ വാഹനത്തിൽ സംഭവിച്ചിരിക്കുന്നത് ടർബോ പെട്രോൾ എഞ്ചിനോടൊപ്പം തന്നെ ഹൈബ്രിഡ് ടെക്നോളജി വന്നു എന്നുള്ളതാണ്. അപ്പോൾ രണ്ടും കൂടെ ചേരുമ്പോഴുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, അതാണിപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് 371 BHP രണ്ടും കൂടെ ചേർന്ന് കമ്പൈൻഡ് പവറായിട്ട് കിട്ടുന്നു എന്ന് പറയുമ്പോൾ ഇതിൻ്റെ 300 RS 300-ലൊക്കെ അതിൻ്റെയൊക്കെ എക്സ്പോർട്ട് മോഡലിൽ പോലും 275 BHP ഒക്കെ ഉള്ളൂ. അപ്പോൾ ഇത് എത്രത്തോളം പവർഫുൾ ആണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. പിന്നെ അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഇത് വളരെ പ്രാക്ടിക്കലായിട്ടുള്ള വാഹനമാണെന്നുള്ളതാണ്. അതായത് ഗ്രൗണ്ട് ക്ലിയറൻസ് ആയാലും അതുപോലെ SUV-ish ആയിട്ടുള്ള മറ്റു കാര്യങ്ങളൊക്കെ നോക്കിയാലും വളരെ പ്രാക്ടിക്കലായിട്ടുള്ള വാഹനമാണ്. അതുകൊണ്ട് തന്നെ അതോടൊപ്പം ഈ ഹൈബ്രിഡ് ടെക്നോളജിയോട് വന്നു കഴിഞ്ഞപ്പോൾ ഒരു ഇലക്ട്രിക് വാഹനം ഓടിക്കുന്ന അത്രയും സ്മൂത്താണ്, ഒരു ശബ്ദവുമില്ല, വളരെ ലൈറ്റായിട്ട് അങ്ങനെ ഓടിച്ചു പോകാം. പിന്നെ ഈ ഒരു ഇലക്ട്രിക് മോട്ടറിൽ നിന്നും പെട്രോൾ എഞ്ചിനിലേക്ക് സ്വിച്ച് ചെയ്യുന്നതൊക്കെ നമ്മളിപ്പം ഏറ്റവും പുതിയ ടൊയോട്ടയുടെ ഹൈക്രോസ് പോലുള്ള വാഹനങ്ങളെ പോലെ തന്നെയാണ്, നമ്മൾ അറിയുന്നതേ ഇല്ല. തന്നെയുമല്ല, ഈ ഒരു 2.4 ലിറ്റർ 4 സിലിണ്ടർ എഞ്ചിൻ, ടർബോ പെട്രോൾ എഞ്ചിൻ എന്ന് പറയുന്നതും ഇത്രയും ശബ്ദരഹിതമായിട്ട് എങ്ങനെ നിർമ്മിക്കുമെന്ന് നമുക്ക് അതിശയം തോന്നുന്ന രീതിയിൽ അത്രയും സ്മൂത്താണ്, സൗണ്ടൊന്നുമില്ല. പിന്നെ NVS ലെവലുകൾ എന്നൊക്കെ പറഞ്ഞാൽ മാരകമാണ്, ഒരു സൗണ്ടും ഈവൻ ടയർ വരയുന്ന ശബ്ദം പോലും അകത്തേക്ക് കേൾക്കാത്ത രീതിയിൽ അത്രയും സ്മൂത്തായിട്ടാണ് ഈ ഒരു NVS ലെവലുകളൊക്കെ കൊടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ഹോൺ അടിച്ചപ്പോൾ ശബ്ദം പോലും അകത്തേക്ക് കാര്യമായിട്ട് കേൾക്കുന്നില്ല. അത്രയും എന്താ പറയുക, ഇൻസുലേഷൻ ഉണ്ട് ഈ വാഹനത്തിൻ്റെ NVS ലെവലുകളുടെ കാര്യത്തിൽ. എഞ്ചിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ 2.4 ലിറ്റർ ഇൻലൈൻ 4 സിലിണ്ടർ ടർബോ പെട്രോൾ എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത്. 371 BHP ആണ് കമ്പൈൻഡ് പവർ. അത് 6000 RPM-ലാണ് കിട്ടുന്നത്. കമ്പൈൻഡ് പവർ എന്ന് പറഞ്ഞാൽ ഈ ഒരു പെട്രോൾ എഞ്ചിനെ സംബന്ധിച്ച് 272 BHP ആണ് പവറെങ്കിൽ, ഇലക്ട്രിക് മോട്ടറിനെ സംബന്ധിച്ച് 103 BHP ഉണ്ട്. അപ്പോൾ രണ്ടുകൂടെ ചേർന്നുള്ള കമ്പൈൻഡ് പവറായിട്ടാണ് നമ്മൾ ഈ 371 പറയുന്നത്.
പെട്രോൾ എഞ്ചിൻ്റെ മാത്രം ടോർക്ക് 460 ന്യൂട്ടൺ മീറ്റർ ഉണ്ട്. അത് 2000-3000 RPM ഇടയ്ക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ മോട്ടറിൻ്റെ ടോർക്ക് നോക്കുകയാണെങ്കിൽ 292 ന്യൂട്ടൺ മീറ്റർ ഉണ്ട്. അപ്പോൾ കമ്പൈൻഡ് ടോർക്ക് എന്ന് പറയുന്നത് മാരകമാണ്. 551 ന്യൂട്ടൺ മീറ്റർ ഉണ്ട്. അതും വളരെ ചെറിയ RPM 2000 തൊട്ട് 3000 വരെയുള്ള RPM കിട്ടുന്നുമുണ്ട്. ഗിയർ ബോക്സ് 6 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ്. അതായത് ടോർക്ക് കൺവേർട്ടർ ട്രാൻസ്മിഷൻ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള വാഹനങ്ങൾ വരുന്നത്. അല്ലെങ്കിൽ ഈ CVT ആണ് നമ്മൾ കണ്ടിരിക്കുന്ന എല്ലാം തന്നെ. വെറും 6 സെക്കൻഡ് കൊണ്ട് 100 കിലോമീറ്റർ വേഗത എടുക്കാൻ സാധിക്കും. 209 കിലോമീറ്ററാണ് മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ തന്നെ RS 350 എഫ് സ്പോർട്ട് ആണെങ്കിൽ 7.2 സെക്കൻഡാണ് 100 കിലോമീറ്റർ വേഗത എടുക്കാൻ വേണ്ടി വരുന്നത്. പിന്നെ പാഡ് ഷിഫ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. വളരെ സ്പോർട്ടി ആയിട്ടുള്ള ഡ്രൈവിന് S എന്ന് പറയുന്ന മോഡിലേക്ക്, അതായത് സീക്വൻഷ്യൽ എന്ന് പറയുന്ന മോഡിലേക്ക് മാറ്റിയിട്ട് നല്ല രസമാണ് പാഡ് ഷിഫ്റ്റേഴ്സ് ഉപയോഗിച്ച് ഓടിച്ചു പോകാൻ. അതുപോലെ തന്നെ ഫുൾ EV മോഡുമുണ്ട്. പക്ഷേ അത് വളരെ ചെറിയ വേഗതയിൽ ഓടിച്ചു പോകുമ്പോൾ മാത്രമാണ് നമുക്ക് ഫുൾ EV മോഡ് കിട്ടുന്നത്. പിന്നെ ഒരു മാനുവൽ മോഡ് കൊടുത്തിട്ടുണ്ട്. അത് ഗിയർ ലിവർ തന്നെ നമുക്ക് കാണാം. മാനുവൽ മോഡിൽ നമുക്ക് ഷിഫ്റ്റ് ചെയ്ത് ഓടിക്കുമ്പോൾ അത് കുറച്ചുകൂടി രസകരമാണ്. അതും എന്താ പറയുക, ഒരു മാനുവൽ മോഡുള്ള വാഹനം വളരെ സ്പോർട്ടിയായിട്ട് ഓടിക്കുമ്പോൾ ഒരു ഫീലാണ് നമുക്ക് തരുന്നത്. അതുപോലെ സസ്പെൻഷൻ എടുത്തു പറയേണ്ട കാര്യമാണ്. ഇതുവരെ നമ്മൾ ലെക്സസിൻ്റെ മോഡലുകൾ കാണാത്ത വളരെ പുതുതായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്ന മൾട്ടി ലിങ്ക് സസ്പെൻഷൻ സെറ്റപ്പാണ്. അത് ഗംഭീരമായൊരു ബോഡി കൺട്രോൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡാമ്പേഴ്സൊക്കെ തകർപ്പനായതുകൊണ്ട് തന്നെ ബോഡി റോളെന്ന് പറയുന്നത് പിൻഭാഗത്ത് പോലും കാര്യമായ രീതിയിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല. നല്ല സ്പീഡിൽ വളവുകൾ വീശിയപ്പോൾ പോലും കയ്യിൽ നിന്ന് വിട്ടുപോകുന്നില്ല. ആ തരത്തിലെല്ലാം പക്കയാണ് സസ്പെൻഷൻ്റെ ആ ഒരു ഭാഗം. അതുപോലെ തന്നെ മറ്റൊരു കാര്യമുള്ളത്, ഇതിൽ റിയർ ആക്സിൽ സ്റ്റിയറിംഗ് കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ റിയർ വീലുകൾ ഒരു 4 ഡിഗ്രി വരെ ചെറുതായിട്ടൊന്ന് തിരിയും. അത് നമുക്ക് വളവുകളും മറ്റും തിരിച്ചെടുക്കാനും U-ടേൺ എടുക്കാനും ഒക്കെ ഒത്തിരി ഗുണം ചെയ്യും. പിൻഭാഗത്തെ വീലും വളരെ ലൈറ്റായിട്ടൊന്ന് തിരിയുന്നതുകൊണ്ട്. പിന്നെ ഈവൻ അണ്ടർ ബോഡി ക്യാമറ പോലും ഇതിലുള്ളത് കൊണ്ട് നമുക്ക് വളരെ രസകരമായിട്ട് വാഹനം ഓടിക്കാം. ഒരു തരത്തിൽ തട്ടും തടവൊന്നും ഇല്ലാതെ വളരെ സുരക്ഷിതമായിട്ട് ഓടിക്കാൻ സാധിക്കുന്നുണ്ട്. ഇതൊന്നും കൂടാതെ കാര്യമായ രീതിയിൽ ADAS ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട്. ലൈൻ ഡിപ്പാച്ചർ അലേർട്ട് സിസ്റ്റം, ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്റർ, റിയർ ക്രോസിംഗ് ട്രാഫിക് അലേർട്ട്, പാർക്കിംഗ് അസിസ്റ്റ്, സേഫ് അസിസ്റ്റ്, റിയർ ക്യാമറ ഡിറ്റക്ഷൻ, അങ്ങനെ ഇഷ്ടംപോലെ ADAS ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ടെന്നുള്ളതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളെല്ലാം ഏറ്റവും ആധുനികമായ മറ്റു വാഹനങ്ങളോടൊപ്പം നിൽക്കാൻ ലെക്സസിന് സാധിക്കുന്നുണ്ട്. മുന്നിലും മുന്നിലും ഡിസ്ക് ബ്രേക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം ADAS ഫീച്ചേഴ്സ് എല്ലാം കൂടെ വരുമ്പോഴത്തേക്കും വളരെ സുരക്ഷിതമായ ഒരു ഡ്രൈവ് സമ്മാനിക്കുന്നുണ്ട് RX 500H എഫ് സ്പോർട്ട്. പിന്നെ 10 എയർ ബാഗുകൾ പോലുള്ള കാര്യങ്ങളും അതൊക്കെ പിന്നെ എന്തായാലും പറയേണ്ട കാര്യം പോലും ഇല്ല, അതൊക്കെ ഉണ്ടാകുന്നുള്ളൊരു സംശയമില്ല. അപ്പോൾ യൂറോ NCAP-ൽ, അതായത് യൂറോപ്പിലെ ക്രാഷ് ടെസ്റ്റിൽ 5 സ്റ്റാർ നേടിയ വാഹനമാണിത്. ഇവിടെ കൊണ്ട് ഇടിപ്പിച്ചാൽ അതൊക്കെ തന്നെ കിട്ടുമെന്നുള്ളതുകൊണ്ടായിരിക്കും കൂടുതലൊന്നും ഇടിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ലെന്നേ ഉള്ളൂ. എന്തായാലും അത്തരം കാര്യങ്ങളെല്ലാം പക്കയാണ്. അപ്പോൾ എന്തായാലും ഇലക്ട്രിക് വാഹനങ്ങളുടെ ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ഹൈബ്രിഡ് വാഹനങ്ങൾ വളരെ രസകരമായൊരു ഡ്രൈവ് സമ്മാനിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മൈലേജ് മോശമല്ല. ഈ വാഹനമൊക്കെ സ്ഥിരമായി ഓടിക്കുന്നവർക്ക് 15-ന് മുകളിൽ മൈലേജ് കിട്ടുന്നുണ്ട് എന്നാണ് അറിഞ്ഞത്. എന്ന് പറയുമ്പോൾ ഇത്രയും വില കൂടിയ ഇത്രയും ഹെവി ആയിട്ടുള്ള ഒരു എഞ്ചിനുള്ളൊരു വാഹനത്തെ സംബന്ധിച്ച് അത് മോശമെന്ന് പറയാനാവില്ല. 15 സ്ഥിരമായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ, അതായത് ഈവൻ സിറ്റി പോലും 15 കിട്ടുന്നുണ്ടെങ്കിൽ അതൊരു വലിയ സംഭവം തന്നെയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിലും മുന്നിൽ തന്നെയാണ്. അപ്പോൾ നമുക്കിനി ഒന്ന് ലൈറ്റായിട്ട് കാർ കൊടുത്ത് നോക്കാം. അങ്ങനെ കാർ കൊടുക്കുമ്പോൾ ഒരു മൂളലൊക്കെ ഉണ്ട് കേട്ടോ, നല്ല രസകരമായ വളരെ സ്പോർട്ടി മൂളലൊക്കെ ഉണ്ട്. ഇനി അധികം മൂളിച്ചാൽ ഇവിടെ MVD ടെസ്റ്റിംഗ് നടക്കുന്നുണ്ട്. എല്ലാ പോലീസ് സ്റ്റേഷനിലും പോലും ഞാൻ മൂളേണ്ടി വരുമെന്നുള്ളതുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. എന്തായാലും വളരെ മികച്ചൊരു ഡ്രൈവിംഗ് അനുഭവം തന്നെയാണ് ഈ ഒരു വാഹനം സമ്മാനിച്ചെന്നുള്ളൊരു സംശയം. അപ്പോൾ ഇതാണ് ഇത്രയും നേരം നമ്മളെ രസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു 2.4 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനും 87 BSP മോട്ടറും ചേർന്ന ആ ഒരു ജുഗൽബന്ദി എന്ന് പറയുന്ന സംഭവം ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇനി വില അല്ലേ, എല്ലാവരും ഒന്ന് പിടിച്ചിരുന്നു. വിലയുടെ കാര്യം ഞാൻ പറയാൻ പോവുകയാണ്. 1,54,80,000 രൂപയാണ് ഈ വാഹനത്തിൻ്റെ വില. ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന US-ലൊക്കെ ഉള്ള ആൾക്കാർ പറയും എന്തൊരു വിലയാണെന്ന് പറയും. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, ഇന്ത്യയിലെ ഇമ്പോർട്ട് ടാക്സ് അതുപോലെ കൂടുതലാണ്. ഇദ്ദേഹം പൂർണ്ണമായിട്ട് CBU ആണല്ലോ, ജപ്പാനിൽ നിന്ന് അതേപടി വരുന്ന കക്ഷിയായതുകൊണ്ട് ഇമ്പോർട്ട് ടാക്സിൻ്റെ കൂടുതൽ കൊണ്ടാണ് ആ ഒരു വില വരുന്നത്. പക്ഷേ ഇന്ത്യയിൽ നിങ്ങൾക്കിത് വാങ്ങിക്കണമെങ്കിൽ ഈ വില കൊടുത്തേ പറ്റൂ എന്നുള്ളതുകൊണ്ട് മറ്റൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല. എന്തായാലും 8 വർഷം അല്ലെങ്കിൽ 1,60,000 കിലോമീറ്റർ അൺലിമിറ്റഡ് വാറണ്ടി. അതിന് അൺലിമിറ്റഡ് ആവില്ലല്ലോ അല്ലേ, വാറണ്ടിയൊക്കെ കമ്പനി തരുന്നുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം ലെക്സസും ടൊയോട്ടയും നമുക്കറിയാമല്ലോ, എല്ലാം കാര്യങ്ങൾ ഭംഗിയായിട്ട് നോക്കി ചെയ്യുന്ന ആൾക്കാരാണ്. മറ്റൊരു കാര്യം എനിക്ക് തോന്നിയിരിക്കുന്നത്, നമ്മളിപ്പം ബെൻസ് BMW പോലുള്ള വാഹനങ്ങളൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ സർവീസ് കോസ്റ്റ് എന്ന് പറയുന്ന കാര്യമായ രീതിയിൽ കൂടുതലായിരിക്കും. പക്ഷേ ലെക്സസിൻ്റെ കാര്യത്തിൽ ലെക്സസിൻ്റെ ഏറ്റവും വില കൂടിയ വാഹനങ്ങൾക്ക് പോലും ടൊയോട്ടയുടെ വാഹനങ്ങളുടെ ആ ഒരു സർവീസ് കോസ്റ്റേ ഉള്ളൂ എന്നുള്ളതുകൊണ്ട് തന്നെ വാങ്ങിച്ചു കഴിഞ്ഞാൽ വലിയ ചിലവൊന്നും ഇദ്ദേഹത്തിന് വേണ്ടി മുടക്കേണ്ടതില്ല. സാമാന്യം ഭേദപ്പെട്ട മൈലേജും ഇത്തരത്തിലുള്ള ഹൈബ്രിഡ് വാഹനങ്ങൾ നൽകുന്നുണ്ട്.
എന്തായാലും കാഴ്ചയിലായാലും അതുപോലെ തന്നെ കാര്യത്തിലായാലും എല്ലാം ഗംഭീരമായൊരു വാഹനമാണ്. ലെക്സസ് പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷമുള്ള കാര്യം. അത് ഈ വാഹനം ഓടിക്കുമ്പോൾ ബോധ്യപ്പെടുകയും ചെയ്യും. എന്തായാലും വളരെ വ്യത്യസ്തമായ രൂപം, വളരെ വ്യത്യസ്തമായ ഇൻറ്റീരിയർ, സാമാന്യം ഭേദപ്പെട്ട ആഡംബരങ്ങൾ, അതുപോലെ ഇൻറ്റീരിയർ സ്പേസ്, കൂടാതെ വളരെ പവർഫുള്ളായുള്ള എൻജിൻ മോട്ടോർ സെറ്റപ്പ്, ഇത്രയും കാര്യങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ലെക്സസിൻ്റെ ഏറ്റവും പുതിയ RX 500H F സ്പോർട്ടിലേക്ക് പോകാം. എന്തായാലും ആൾക്കൂട്ടത്തിനിടയിൽ നിങ്ങളെ വേറിട്ട് നിർത്താൻ സാധിക്കുന്ന ഒരു വാഹനമാണ് ഇതെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. തകർപ്പൻ ഒരു പെർഫോമൻസ് തരുന്ന വാഹനം തന്നെയാണിത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അപ്പോൾ ലെക്സസിൻ്റെ ഏതെങ്കിലും പുതിയ വാഹനമായിട്ട് പിന്നെ കാണാം. അല്ല, അങ്ങനെയല്ല, മറ്റെന്തെങ്കിലും വാഹനമൊക്കെ ആയിട്ട് നാളെയും കാണാം. അപ്പോൾ വീഡിയോ ഉണ്ട്. എല്ലാവർക്കും നന്ദി. ബൈ.